ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെഹനാസ് മളോസ് യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങൾക്കൊരു നോമ്പുതുറ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നോമ്പുതുറ വിഭവമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഫ്രൈ പാൻ എടുത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം കരിവേപ്പില ഇട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നന്നായി ഇളക്കുക. ശേഷം ഒരു നുള്ളു പഞ്ചസാര അതിലേക്ക് ഇട്ട് ഉള്ളി സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഉള്ളിയിൽ നല്ല ടേസ്റ്റും വരും, അതുപോലെ തന്നെ പെട്ടെന്ന് ഉള്ളി നല്ല ബ്രൗൺ ആയി കിട്ടുകയും ചെയ്യും. അതിനുശേഷം മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുക്കറിൽ വേവിച്ച് വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലാക്കി ആഡ് ചെയ്യുക. ഒരു ഫ്രൈ പാൻ വയ്ക്കുക. നമ്മുടെ കയ്യിലുള്ള കവർ ചപ്പാത്തി ഇല്ലേ, അതെടുത്താൽ മതി. അതിൽ നിന്ന് ചപ്പാത്തി എന്ത് ചെയ്യുക, 5 ചപ്പാത്തി ചുട്ടെടുക്കുക. ശേഷം ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വീഴ്ത്തുക. ആവശ്യത്തിന് പാലൊഴിക്കുക. ആവശ്യത്തിന് മീൻസ് കുറച്ച്, ആ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ. അതിനുശേഷം കുരുമുളക് പൊടി അല്പം തുക, ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്ത് ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് ബട്ടർ തേച്ച് വെക്കുക. ഇനി ഓരോ ചപ്പാത്തിയും ഈ മുട്ടയും മിശ്രിതത്തിൽ മുക്കിയതിന് ശേഷം ആ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ മിശ്രിതത്തിൽ പാൽ ആഡ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചപ്പാത്തി സോഫ്റ്റ് ആവാനാണ്. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫില്ലിങ്സ് നല്ല ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത ചപ്പാത്തി എടുക്കുക, ബാറ്ററിൽ മുക്കുക നന്നായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും ആദ്യത്തെ അതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു 4 ചപ്പാത്തി ആയിട്ടോ ആവശ്യമായിട്ട് വന്നത്. നമ്മുടെ മിശ്രിതത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചപ്പാത്തിയുടെ എണ്ണവും കൂട്ടാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ മിശ്രിതത്തിൽ നമുക്ക് 4 ചപ്പാത്തിക്കുള്ള ഫില്ലിങ്സാണ് കിട്ടിയിട്ടുള്ളത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമ്മൾ 4ാമത്തെ ചപ്പാത്തി മുകളിൽ വെച്ചിട്ടുണ്ട്. ഫില്ലിങ്സ് വെച്ചു. നമ്മൾ കവർ ചെയ്ത് കൊടുത്തു. ബാക്കി എന്ത് ചെയ്യുക, ബാക്കി വന്ന മുട്ടയുടെ മിശ്രിതം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഇതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം കത്തിച്ച് അടിയിൽ ഒരു ഫ്രൈ പാൻ വെച്ച് മുകളിലേക്ക് ഈ ഫ്രൈ പാൻ മാറ്റി വയ്ക്കുക. മുട്ട കരിഞ്ഞു പോവാതിരിക്കാനും അതുപോലെ തന്നെ ഈവൺ ആയിട്ട് കുക്കാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, ഒരു ബേക്കിംഗ് സിസ്റ്റം പോലെ. ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി.
വെയിറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പാത്രത്തിന് മുകളിൽ ചെറിയൊരു ഹോൾ ഉള്ളതുകൊണ്ടാണ് അവിടെ കവർ ചെയ്യാനായിട്ട് ജസ്റ്റ് വെയിറ്റ് വെച്ചത്. ശേഷം എന്ത് ചെയ്യുക, 20 മിനിറ്റിന് ശേഷം അതിനെ ആ മിശ്രിതത്തിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ആ ഫ്രൈ പാനിലേക്ക് തിരിച്ചിട്ട് മുറിച്ചെടുത്താൽ നിങ്ങൾ കണ്ടത്. എന്നിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അടിപൊളി ഒരു നോമ്പുതുറ വിഭവം റെഡിയായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.